ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ചോക്കിംഗ് ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കോഫ് റിഫ്ലക്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കോഫ് റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളമോ എന്തെങ്കിലും നമ്മൾ ഈ ട്രക്കിയ എന്ന് പറയുന്ന ആ ഒരു വിൻ പൈപ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സഡനായിട്ട് ഉണ്ടാകുന്ന ഒരു റിഫ്ലക്സാണ് കോഫ് റിഫ്ലക്സ്. അപ്പോൾ ഈ കോഫ് റിഫ്ലക്സിൻ്റെ സമയത്ത് നമ്മൾ ആദ്യം തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് എയർ നമ്മൾ അകത്തേക്ക് ഇൻഹെയിൽ ചെയ്തെടുക്കും. എന്നിട്ട് നമ്മുടെ ലങ്സിലേക്ക് വന്ന എയർ എല്ലാം കൂടെ നമ്മൾ ഒറ്റ പുഷിന് നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. അതിനെയാണ് ഈ പറഞ്ഞ കോഫ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ത്രസ്റ്റിൽ നമ്മുടെ ഈ ട്രക്കിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഫുഡ് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ചോക്കിങ് നടന്ന ഒരാൾക്ക് ഈ ട്രക്കിയയുടെ മുകൾ വശം, ട്രക്കിയയുടെ ഓപ്പണിങ് ഈ പറഞ്ഞ് ഫുഡ് സ്റ്റെപ്സ് വന്ന് അല്ലെങ്കിൽ എന്താണ് ആ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് തടഞ്ഞിരിക്കുന്നത് കൊണ്ട് അകത്തേക്ക് ശ്വാസമെടുത്ത് ചുമയ്ക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഹെംലിഷ് മാനുവറാണ്. ഹെംലിഷ് മാനുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ ഇങ്ങനെ തൊണ്ടയിൽ തടഞ്ഞിരിക്കുന്ന ആളുടെ പുറകിൽ നിന്നുകൊണ്ട് ആളുടെ ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ സ്റ്റേർണം എന്ന് പറയുന്ന നമ്മുടെ ചെസ്റ്റിലുള്ള ഒരു മെയിൻ ബോണിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മുടെ ഒരു കൈ ഇങ്ങനെ ഫിസ്റ്റ് പോലെ പിടിച്ച് വെച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ച് നല്ല ഫോഴ്സിൽ ഒരു അപ്വേർഡ് ആൻഡ് ഇൻവേർഡ് ഡയറക്ഷനിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഫോഴ്സിൽ നമ്മുടെ ആ തൊണ്ടയിലുള്ള ഫുഡ് സ്റ്റഫ് എന്താണ് തടഞ്ഞിരിക്കുന്നത് അത് പുറത്തേക്ക് വരാനായിട്ടാണ് നമ്മളിത് ശ്രമിക്കുന്നത്. ചെറിയ കുട്ടികളിൽ നമ്മളിത് ചെയ്യുമ്പോൾ അവരെ കമത്തി കിടത്തി അവരുടെ സ്കാപ്പുല എന്ന് പറയുന്ന 2 ബോണുണ്ട് നമ്മുടെ പുറകിലായിട്ട്. ആ ബോണിൻ്റെ നടുവിലുള്ള സ്ഥലത്ത് നമ്മൾ നല്ല ഫോഴ്സിലൊന്ന് ഇടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫോഴ്സ് കാരണം കൊച്ചിൻ്റെ വായിലുള്ളത് പുറത്തേക്ക് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ഒരു ചോക്ടായി അല്ലെങ്കിൽ തടസ്സം വന്ന് ശ്വാസം കിട്ടാതെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ഒരു ആളിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ CPR അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ടീമിനെ അലേർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾക്ക് തൊണ്ടയിൽ തടസ്സം വന്ന് അത് ശ്വാസം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ കൈകൾ ഉപയോഗിച്ച് ആ ഉള്ളിലിരിക്കുന്ന സാധനത്തെ പുറത്തെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് അങ്ങനെ ശ്രമിക്കും തോറും അത് അകത്തേക്ക് ഇറങ്ങി പോകാനാണ് സാധ്യത.